നാസർ മഅ്ദനി അദ്ദേഹം ജയിലിൽ നിന്ന് പറഞ്ഞ 2-3 വാക്കുകൾ ഞാൻ ഈ വേദിയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ള എൻ്റെ കേരളത്തിലെ മക്കളോട് ആദ്യമായിട്ട് ഞാൻ നന്ദിയും സ്നേഹവും പറയുകയാണ്. മനുഷ്യാവകാശ ലംഘനമുണ്ടായപ്പോൾ ഒരുമിച്ചു നിന്ന് എന്നോടൊപ്പം നിന്ന കേരളത്തിലെ മക്കൾക്ക് ഇനിയുള്ള എൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. മക്കളെ, ഞാൻ ചെയ്ത തെറ്റെന്തെന്ന് ആദ്യം മുതൽ അവസാനം വരെയും ചോദിക്കപ്പെടുമ്പോൾ ഫാസിസ്റ്റ് സർക്കാർ എനിക്കെതിരെ കൊലക്കയറ് വേണ്ടി ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ നിന്നുകൊണ്ട് പറഞ്ഞ 2 വാക്കുകൾ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. മക്കളെ, ഭരണകൂട ഭീകരതയുടെ എനിക്കെതിരെയുള്ള ഉറഞ്ഞുതുള്ളൽ അവസാനിക്കുന്നതും മനുഷ്യാവകാശികളുടെ മൊത്തം ശത്രുക്കളും വിശുദ്ധ സന്ദേശത്തിന്റെ പ്രകാശം കെടുത്താൻ വ്യാമോഹിക്കുന്നവരുമായ അഹങ്കാരിക്കൂട്ടങ്ങൾ തൃപ്തരാകുന്നതും ഒരുപക്ഷെ അന്താരാഷ്ട്ര തീവ്രവാദം പറയാതെ ഒരുമിച്ച് ഫാസിസ്റ്റ് സർക്കാരിനെ തൂക്കുമരത്തിലേറ്റുന്നതിലൂടെയായിരിക്കാം. അനീതിയുടെ വിധി എനിക്ക് പ്രസ്താവിക്കു തൂക്കുമരമായാൽ ഹസ്രത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹു മുതൽ അലി മുസ്ലിയാർ വരെയുള്ള വിശുദ്ധാത്മാക്കളുടെ പാത പിന്തുടർന്ന് സന്തോഷത്തിലേക്ക് തൂക്കുമരത്തിലേക്ക് നടന്നെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. മക്കളെ, ഇനിയുള്ള കാലം എങ്ങനെ മുന്നോട്ട് പോയാലും ഭാവി എന്തായാലും എന്റെ ഓരോരോ സഹോദരി സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്നെന്റെ ഹൃദയത്തിന്റെ ഭാഗമായ അൻവാർ ശരീഅ നിങ്ങൾ കൈവിടരുത് മക്കളെ. അവിടുത്തെ അനാഥ മക്കൾക്കും വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ സഹായത്തിന്റെ കരങ്ങൾ എന്നും നീളുക തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എന്റെ ഓരോരോ സഹോദരി സഹോദരന്മാർ എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളൂ.